എടീ എനിക്ക് ഒന്നാം തരം ജോലിയുണ്ട്, ഇലക്ട്രീഷ്യൻ ജോണി. അയ്യോ, ഇലക്ട്രീഷ്യന്റെ ഗുണം ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വിജയണ്ണന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് ശരിയാക്കിയോ? കോളിംഗ് ബെല്ല് ശരിയാക്കിയല്ലോ. അതിന് പൈസ കിട്ടിയില്ല. ഇന്ന് രാവിലെ ചെന്നാ പൈസ മേടിക്കണം. പൈസ മേടിക്കാൻ അങ്ങോട്ട് ചെല്ല്. കഴിഞ്ഞ ദിവസം വിജയണ്ണൻ എന്നെ കണ്ടപ്പോ പറയുവാ, നിന്റെ കെട്ടിയോ വന്നവിടെ കോളിംഗ് ബെല്ല് ശരിയാക്കി. പക്ഷെ ചുച്ചേ കുത്തുമ്പോ കിണറ്റിൽ കിടക്കുന്ന മോട്ടർ ഓൺ ആയി ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞു വന്നു. എടി അത് പിന്നെ ഈ രണ്ട് വയറുകൾ തമ്മിലുള്ള കണക്ഷൻ അല്ലേടി. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇങ്ങനൊക്കെ സംഭവിക്കും. ഈ പണി നിങ്ങൾക്ക് പറ്റാത്തോണ്ടല്ലോ എന്റെ അച്ഛൻ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കാറിന്റെ ഡ്രൈവറായിട്ട് നല്ല ഒന്നാന്തരം ഒരു ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ. അതിന്റെ ജോലിക്ക് സ്റ്റാർട്ടിങ് 2000, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ കാണിച്ചെന്തുവാ, വീട്ടിലോട്ട് ചെന്ന് കയറി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുക, സ്റ്റാർട്ടിങ്ങില് 2000 താ, എന്നാലും ഫസ്റ്റ് ഗിയർ ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ കിടന്ന എല്ലാ വണ്ടികളും ഇങ്ങനെ സ്റ്റാർട്ടാക്കി. ഏത് വണ്ടി സ്റ്റാർട്ടാക്കിയാലും ഈ 2000 രൂപ കിട്ടുന്നത് നമുക്കൊന്നും അറിയാം. ഒരു കിഴങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുവാ ഞാൻ. എടി നീ പരിഹസിക്ക്, പക്ഷെ കാലം ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും ഈ വീട്ടിൽ താമസിച്ച ഞാനൊരു മഹാനാണ്. അയ്യോ, അതിനധികം കാലതാമസം ഒന്നും വേണ്ട. 2 ദിവസത്തോടെ കഴിഞ്ഞ ഈ നാട്ടുകാർ ഈ വീട്ടിലോട്ട് നോക്കി പറയും, ഉടമസ്ഥൻ വിളിച്ച് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവമേ, ആ സാർ ഇപ്പൊ കേറി വരും, ഞാൻ എന്തോ ചെയ്യും? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഐഡിയ, നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇനി അഭിനയിച്ചൊരു സിനിമാ നടിയൊക്കെ ആയി കാശൊക്കെ വാങ്ങിച്ചിട്ട് ലോൺ അടച്ചാൽ മതിയോ? എന്റെ സിനിമാ നടി, ഞാൻ അതല്ലടി പറഞ്ഞത്. സാർ വരുന്ന സമയത്ത് ഞാൻ അറ്റാക്ക് വന്ന പോലെ അഭിനയിക്കും. അയ്യോ, ഇത് കുഷ്ഠരോഗിയല്ലയോ? എടി അതല്ലെന്ന്. എടി ഞാൻ അറ്റാക്ക് വന്ന് ഇവിടെ കിടക്കും, നീ എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ മേടിക്കുവോ? എന്തൊരു ബുദ്ധിയായത്. അതാ പറഞ്ഞേ, തലയ്ക്കകത്ത് തലച്ചോറ് വേണം. നിനക്കതില്ല. ഇതൊക്കെ ഇല്ലാതെ നീയൊക്കെ എത്ര കാലം ജീവിക്കുവിടി? എത്ര വയസ്സായി? എനിക്ക് 40 വയസ്സുണ്ട്. 40 വയസ്സൊക്കെ ഒരു സേഫാ. അത് കഴിഞ്ഞാ പിന്നെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. സാർ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ വരെ പോണം. എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ബാത്റൂമിൽ പോകണ്ട. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണോടി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. എന്തുവാ ചേച്ചി ഇത്? ഞാൻ എത്ര നേരോട് കാത്തിരിക്കുക, നിങ്ങൾ അവിടെ കണ്ടില്ലല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ വേണ്ടി ഇവിടെ ഇരിക്കാന്നറിയാം. അതാ ഞാൻ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വന്ന്. ഇന്നും കൂടെ ചേർത്ത് 3 ആഴ്ചത്തെ ലോണാണ് പെൻഡിങ്. കളക്ഷൻ പൈസ കിട്ടിയേ പറ്റും. പോയി പൈസ എടുത്തോണ്ട് പോവാ. ചേട്ടാ, പൈസ ചോദിക്കുന്നു ചേട്ടൻ. പൈസ എടുത്തോണ്ട് വരൂ. ഞാനോ? ചേട്ടനല്ലേ കാശ് എവിടെ ഇരിക്കുന്നത് അറിയത്തുള്ളൂ. അറിയില്ല പൈസ എവിടെ ഇരിക്കുന്നത്. ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവരും. അയ്യോ, എന്റെ ചേട്ടൻ അറ്റാക്ക് വന്ന്. അറ്റാക്ക് ചെയ്ത നെഞ്ചു നടന്ന അറ്റാക്ക് ചേച്ചിക്ക് അങ്ങനെ അറിയാം? ഞങ്ങൾ ഇച്ചിരി മുമ്പേ ഫിക്സ് ചെയ്താ. അയ്യോ, ഫിക്സ് വരുന്ന ഒരു മനുഷ്യനെ എന്റെ ചേട്ടൻ അറ്റാക്ക് വന്നു. ചേട്ടാ, നമുക്ക് ആശുപത്രി പോവാൻ ചേട്ടാ. അയ്യോ വേണ്ടടി, ആശുപത്രി പോകുന്നതിന് മുമ്പ് ഈ സാറിന് കൊടുക്കാനുള്ള 10,000 രൂപ നീ എടുത്തങ്ങ് കൊടുക്കണേ. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തൊരു പയ്യനാണോ ചേട്ടാ അവൻ? ഈ അവസ്ഥയിൽ അവൻ കാശ് ചോദിക്കത്തില്ല. അണ്ണാ വേണോ? വേണം. അയ്യോ എടി, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടേ. ഈ ഭൂമിയിൽ ഒരു കടബാധ്യതയും ബാക്കി വെക്കാതെ എനിക്ക് യാത്രയാകണമടി. ചേച്ചി, എന്തോ ഇവിടെ പ്രശ്നം? എന്തോ നിങ്ങൾ കിടന്ന് കാണിക്കുന്നത്? ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലയോ? അറ്റാക്ക് അല്ല, കുറ്റാക്ക്. ഹൃദയം ഇരിക്കുന്ന ഇടത് ഭാഗത്തല്ലേ, അപ്പൊ അവിടെ അറ്റാക്ക് വരണ്ട. വലത് ഭാഗത്ത് തപ്പിപ്പിടിച്ചിട്ട് ഒരു അറ്റാക്കാന്ന്. ഇത് ഗ്യാസ് എങ്ങാണ്ട് കയറുന്നത്, വല്ല പുളിയും മാറി കൊടു. അതെ, എനിക്ക് ഇരട്ടച്ചങ്കാണ്, 2 ഹൃദയമുണ്ട്. 2 മാറ്റി കിടട്ടാ. ഞാൻ പൈസ എടുത്തോണ്ടാ ഇവിടെ കാണിക്കുന്നത്. മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനായിരിക്കുന്നേന്ന്. എന്നിട്ട് ആ ഹൃദയം പോലും എവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഓഹോ, അപ്പൊ നീ പൈസ കൊണ്ടേ നീ പോകും? ഞാൻ പൈസ കൊണ്ടേ പോകും. എന്റെ വീട്ടിൽ നീ പിരിവിന് വന്നിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടേ പോകൂ. ചേച്ചി, അയാൾ പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇതാ നിങ്ങൾക്കൊക്കെ ലോൺ തരാത്തത്. ഞങ്ങളെ മാനേജർ ഒരു കാര്യം പറഞ്ഞിരിക്കുക, ഇനി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ കൊടുക്കൂ. പിന്നെ 8ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഇങ്ങൾക്ക് നിങ്ങൾ എന്തോ കണ്ടിട്ടാ ലോൺ കൊടുത്തത്? 6ാം ക്ലാസ് വരെ പഠിക്കും ഞാൻ സാറായി, പിന്നെ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ലോൺ കൊടുക്കുന്നത് എന്താണ് കുഴപ്പം? ഗ്യാസിന്റെ മരുന്നൊക്കെ പിന്നെ കുടിക്കാം, ആദ്യം ലോണിന്റെ പൈസ വെച്ചിട്ട്. ഗ്യാസിന്റെ മരുന്നല്ലടാ, ഇത് വിഷമാണ്. വിഷം. ഈ സാറിന്റെ അഡ്രസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? എനിക്കറിയാം. സുനി വയസ്സ് 27, സ്ഥലം പത്തനംതിട്ട, വാട്സ്ആപ്പ് DP ഷാരൂഖ് ഖാൻ. വിഷം കുടിച്ച് ചാകുന്ന സമയത്തെങ്കിലും അല്പം മനസമാധാനം നീ തരത്തില്ലല്ലേ? ഞാനിത് കുടിക്കാൻ പോവാണ്. ഞാനിത് ആദ്യം കുടിക്കും, ഇതിന്റെ പകുതി നീ കുടിക്കണം. ഇതിന്റെ പകുതി ഞാൻ കുടിക്കാം. ഇതെന്തോ ആദ്യ രാത്രിയിലെ പാലോ? ഞാൻ കുടിക്കാൻ പോവാണ്. എന്റെ പേര് എന്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം? ഈ ലോൺ അടയ്ക്കണം. ഈ ആഴ്ചത്തെ ലോൺ ഞാൻ അടയ്ക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾ ഈ 10,000 രൂപ അടച്ച് ഈ ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോൺ ഇന്ന് നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തന്നാണ്.
ഓ നിങ്ങൾ ഇന്നില്ലയോ ഈ 10,000 രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോൺ നിങ്ങൾക്ക് ഇന്ന് ഞാൻ മേടിച്ചു തന്നാണ്. പറഞ്ഞത് മനസ്സിലായോ? 10 അങ്ങോട്ട് കൊടുത്തെങ്കിൽ 50 ഇങ്ങോട്ട് കിട്ടിയേനെ. ആണോ? ഹലോ സാറേ, ആ തരാനുള്ള 10,000 രൂപ അങ്ങ് എടുത്തിട്ട് ബാക്കി 40,000 രൂപ ഇങ്ങ് തന്നുകൂടെ? എന്റെ അണ്ണാ